നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ: ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ GIS അധിഷ്ഠിത മാപ്പിംഗ് പദ്ധതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനവും പഠനരേഖ പ്രകാശനവും നടന്നു. കർഷകർക്ക് സപ്ലൈകോ നെല്ലിന്റെ പണം നൽകിയിട്ടില്ല. യുവാവിന് തട്ടിക്കിട്ട് പോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി റിമാൻഡിൽ. എന്റെ കേരളം 2025 പ്രദർശന വിപണന മേള ഇടുക്കിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ GSI അധിഷ്ഠിത മാപ്പിംഗ് പദ്ധതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനവും പഠനരേഖ പ്രകാശനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി P രാജീവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ GIS അധിഷ്ഠിത മാപ്പിംഗ് എന്ന പദ്ധതിയുടെ ഭാഗമായി 200ഓളം വരുന്ന ചിത്ര ഇടങ്ങൾ വെബ്സൈറ്റിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലെ പൈതൃക ഇടങ്ങളുടെ GIS ഡാറ്റാബേസ് തയ്യാറാക്കുകയും ഈ ഇടങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ വികസിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൈതൃക സ്ഥലങ്ങൾ മാപ്പ് ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ പൈതൃക സ്ഥലങ്ങളെക്കുറിച്ചും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം, സവിശേഷതകൾ, നിലവിലെ അവസ്ഥ എന്നിവയുൾപ്പെടെ GIS ലൊക്കേഷൻ, ചിത്രങ്ങൾ, വീഡിയോ, വാർഡ് നമ്പർ, വാർഡിന്റെ പേര്, തദ്ദേശ സ്ഥാപനം, വില്ലേജ് എന്നീ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതിയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലെ പൈതൃക ഇടങ്ങളുടെയും പേരും സ്ഥാനവും സാറ്റലൈറ്റ് മാപ്പിലായി ഒരു വിൻഡോയിൽ കാണാനാവും. ഇതിൽ ഓരോ പൈതൃക ഇടങ്ങളിലും ക്ലിക്ക് ചെയ്താൽ ജിയോ ടാഗ് ചെയ്ത ഫോട്ടോകളും വീഡിയോ വിവരണങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളും ഉപഭോക്താക്കൾക്ക് ദർശിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. 2 ലക്ഷത്തോളം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. മാള പുത്തഞ്ചിറ വില്ലുമംഗലം പാടശേഖരത്തിലെ 17 കർഷകർക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ കൃഷി ചെയ്ത നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ അതിന്റെ പണം ഇതുവരെ കിട്ടിയിട്ടില്ല. കാനറ ബാങ്ക് കോണത്തുകുന്ന് ശാഖയിൽ നിന്നുമാണ് പണം ലഭിക്കുക. എന്നാൽ കാനറ ബാങ്കിൽ കർഷകർ പണം കിട്ടാത്തതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ കാനറ ബാങ്കും സപ്ലൈകോയും തമ്മിലുള്ള കരാർ പുതുക്കിയിട്ടില്ല എന്നാണ് മറുപടി കിട്ടിയത്. എന്നാൽ മറ്റ് ബാങ്കുകളിൽ നിന്നും കർഷകർക്ക് നെല്ല് കൊടുത്തതിന് സപ്ലൈകോയുടെ പണം കിട്ടിയിട്ടുണ്ട്. കർഷകർ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് കൃഷി ഇറക്കിയത്. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിൽ നിന്നും ജപ്തി നടപടി നേരിടേണ്ടി വരും. സപ്ലൈകോ പണം നൽകിയില്ലെങ്കിൽ സമരപരിപാടികൾക്ക് തയ്യാറാവുകയാണ് കർഷകർ. ആളൂർ പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ അനന്തുവിനെ ഇക്കഴിഞ്ഞ ഡിസംബറിൽ സഞ്ചരിച്ചിരിക്കുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പറവൂർ സ്വദേശികളായ റൊണാൾഡ്, റിച്ചാർഡ് എന്നിവരെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ മരട് സ്റ്റേഷനിൽ കേസുണ്ട്. ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിന് വേണ്ടിയാണ് 10 പേരടങ്ങും സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഈ കേസിൽ മുക്താർ, മുഹമ്മദ് ഷമീം, ഖുറൈഷി, ഷാജി, നിസാന ഹാരിസ് എന്നിവരെ നേരത്തെ റിമാൻഡിലായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ മുങ്ങിയ ഇവർ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ചെറിയപ്പള്ളിയിലെ ഇവരുടെ വീട് പൂട്ടി സ്ഥലം വിടുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ ആലുവയ്ക്കടുത്തു നിന്നുമാണ് ഇരുവരെയും പിടികൂടിയത്. ആളൂർ SI M അഫ്സൽ, CS സുമേഷ്, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, ബിനുകുമാർ, U ആഷിഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് VHSS സ്കൂളിൽ മൈതാനത്ത് ആരംഭിച്ച എന്റെ കേരളം 2025 പ്രദർശന വിപണന മേളയിൽ ദിനവും വിവിധങ്ങളായ പരിപാടികളാണ് അരങ്ങേറുന്നത്. മേള 5-ന് സമാപിക്കും. ആ എനർജി നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒന്ന് വിധിച്ചിട്ടുണ്ട്. അതെന്താണോ അതിന് നമ്മൾ ഇതോടെ ചാനൽ 91 8 മണി വാർത്ത സമാപിച്ചു. നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് കാണുന്നവരെ ഏവർക്കും ശുഭദിനം.